ഹലോ. ഏത് തരത്തിലുള്ള ചികിത്സയാണ് ഹൃദ്രോഗത്തിന് ഏറ്റവും നല്ലത് എന്നുള്ളത് എല്ലാവരും ചിന്തിക്കാറുള്ള ഒരു സംഭവമാണ്. അതിന് ഒറ്റ ഉത്തരമില്ല. സാധാരണഗതിയിൽ ഡയറ്റ്, എക്സർസൈസ്, വെയ്റ്റ് റിഡക്ഷൻ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പ്രധാനമായും 3 തരത്തിലാണ് ഹൃദ്രോഗങ്ങൾക്ക് ചികിത്സ. 1 മെഡിക്കേഷൻസ്, 2 ആൻജിയോപ്ലാസ്റ്റി ആൻഡ് സ്റ്റെൻറ്റ്, 3 ഓപ്പൺ ഹാർട്ട് സർജറി. മെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ആളുകൾക്കും മെഡിക്കേഷൻ വേണ്ടിവരും. അത് സ്റ്റെൻറ്റ് ചെയ്താലും വേണ്ടിവരും, ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്താലും ഈ മെഡിക്കേഷൻ വേണ്ടിവരും. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിക്കേഷൻ നൈട്രോഗ്ലിസറിൻ, ആസ്പിരിൻ, ബ്ലഡ് തിന്നിങ് മെഡിക്കേഷൻ, ബീറ്റ ബ്ലോക്കേഴ്സ്, കാൽസ്യം ബ്ലോക്കേഴ്സ്, കൊളസ്ട്രോൾ ലോവറിങ് മെഡിക്കേഷൻ, പിന്നെ റെനെക്സ എന്ന ഒരു മെഡിക്കേഷൻ ഉണ്ട്. അത് ഈ കൊറോണറി ആർട്ടറിയുടെ ഇൻസൈഡിലുള്ള എൻഡോത്തീരിയത്തിൽ പോയി പ്രവർത്തിച്ച് അവിടെ വേസോ ഡിലറ്റേഷൻ, ആ രക്തധമനികളെ വികസിപ്പിക്കുന്ന ഒരു ഫങ്ഷൻ ഉള്ള ഒരു മെഡിക്കേഷനാണ് റെനെക്സ. അത് നൈട്രിക് ഓക്സൈഡ് വഴിയാണ് അത് ചെയ്യുന്നത്. പിന്നെ വേറെ മെഡിക്കേഷനുണ്ട് എൻട്രസ്റ്റോ, ഹാർട്ട് ഫെയിലിയർ ഉള്ളപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ കുറയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന. അങ്ങനെ 8-10 തരത്തിലുള്ള മെഡിക്കേഷനുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ തരത്തിലുള്ള ചികിത്സയാണ് ആൻജിയോപ്ലാസ്റ്റി ഓർ സ്റ്റെൻറ്റ്. ആൻജിയോപ്ലാസ്റ്റി വളരെ ലഘുവായിട്ട് വിവരിച്ചാൽ ഒരു ബ്ലഡ് വെസൽ, അതായത് ഇവിടം മുതൽ ഇവിടം വരെ നീളമുള്ള ഒരു ബ്ലഡ് വെസലിൻ്റെ ഏകദേശം പൂർവ്വഭാഗത്തിലോ മധ്യഭാഗത്തിലോ ഉത്തരഭാഗത്തിലോ എവിടെയെങ്കിലും ഒരു സ്റ്റെനോസിസ്, അതായത് ഒരു ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ ആ ബ്ലോക്കേജിൻ്റെ അകത്ത് പോയി ഒരു മെറ്റാലിക് മെഷ് വയർ വച്ചിട്ട് ആ മെറ്റാലിക് മെഷ് വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ ഭാഗത്തെ ബ്ലോക്കേജ് അമീലിയോറേറ്റ് ചെയ്യും, ഇല്ലാതാവും. അങ്ങനെ ഈ ബ്ലോക്കേജ് ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ കുറയ്ക്കുന്ന ആ പ്രക്രിയയാണ് സ്റ്റെൻറ്റ് എന്ന് പറയുന്നത്. സ്റ്റെൻറ്റിന് പ്രശ്നങ്ങളുണ്ട്. 1, അപാരമായ കാൽസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ സ്റ്റെൻറ്റ് നല്ലതല്ല. ഡയബറ്റിസ് ഉണ്ടെങ്കിൽ സ്റ്റെൻറ്റ് നല്ലതല്ല. റീനൽ ഫെയിലിയർ ഉണ്ടെങ്കിൽ സ്റ്റെൻറ്റ് നല്ലതല്ല. വളരെ ചെറിയ ആർട്ടറികളാണെങ്കിൽ സ്റ്റെൻറ്റ് നല്ലതല്ല. വളരെ വലിയ ആർട്ടറികളാണെങ്കിൽ സ്റ്റെൻറ്റ് നല്ലതല്ല. അപാരമായ വളവും തിരിവും ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റെൻറ്റ് നല്ലതല്ല. പിന്നെ ബൈഫർക്കേഷൻ, കവരപ്പ്, ഒരു ആർട്ടറി 2ആയിട്ട് തിരിയുന്ന കവരകളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റെൻറ്റ് നല്ലതല്ല. അപ്പോൾ സ്റ്റെൻറ്റിന് വളരെയേറെ പരിമിതികളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എല്ലാ ബ്ലോക്കുകൾക്കും സ്റ്റെൻറ്റുകൾ ഉപയോഗിക്കാൻ സാധ്യമല്ല. പിന്നെ വെയിൻ ഗ്രാഫ്റ്റ്, അതിനെപ്പറ്റി ഞാൻ കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ പറയാം. വെയിൻ എന്ന് പറയുന്നത് നീല രക്തധമനികളാണ്. കാലിൽ നിന്നും രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന മൊട്ടപ്പാഴയുടെ അത്രയും മാത്രം കട്ടിയുള്ള ഒരുതരം രക്തധമനികളാണ് നീല രക്തധമനികൾ. ഈ നീല രക്തധമനികളെയാണ് വെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ വെയിൻ ഗ്രാഫ്റ്റിൽ ഒരു ബ്ലോക്കേജ് ഉണ്ടായാൽ അവിടെയും സ്റ്റെൻറ്റ് അത്ര നല്ലതല്ല. പിന്നെ 3ാമത്തെ ചികിത്സാ രീതിയാണ് ഓപ്പൺ ഹാർട്ട് സർജറി. ഓപ്പൺ ഹാർട്ട് സർജറി ചുരുക്കി പറഞ്ഞാൽ ഒരു ആർട്ടറിയിൽ, അതായത് ഉദാഹരണമായിട്ട് പോയിൻറ്റ് എ ടു പോയിൻറ്റ് ബി എന്ന് പറയുന്ന ഈ ആർട്ടറിയുടെ മധ്യത്തിൽ പോയിൻറ്റ് സിയിൽ ഒരു ബ്ലോക്കേജ് ഉണ്ട് എന്നിരിക്കട്ടെ. എ സി ബി, പോയിൻറ്റ് എ ബിഗിനിങ്, പോയിൻറ്റ് ബി സി ബ്ലോക്കേജ്, പോയിൻറ്റ് ബി അറ്റ് ദി അതർ എൻഡ്. ഈ എയുടെ ഭാഗത്ത് നിന്നും ബിയുടെ ഭാഗത്തേക്ക് സിയെ ബൈപ്പാസ് ചെയ്തിട്ടൊരു കോൺഡ്യൂട്ട്, ഒരു ട്യൂബ് വയ്ക്കുന്നതാണ് ബൈപ്പാസ് ഗ്രാഫ്റ്റ്. അതായത് ഈ ബ്ലഡ് വെസലിൻ്റെ മധ്യത്തിലുള്ള ബ്ലോക്കേജിനെ ബൈപ്പാസ് ചെയ്തിട്ട് അതിൻ്റെ പൂർവ്വഭാഗത്ത് നിന്നും ഉത്തരഭാഗത്തേക്ക് ഒരു കോൺഡ്യൂട്ട്, ഒരു കുഴൽ വയ്ക്കുന്നതാണ് ബൈപ്പാസ് ഗ്രാഫ്റ്റ് സർജറി. ഈ ബൈപ്പാസ് ഗ്രാഫ്റ്റ് സർജറിക്ക് വേണ്ടി നാം ഉപയോഗിക്കുന്നത് 1, കാലിൽ നിന്നും നീല രക്തധമനികൾ ശേഖരിച്ച്, അതായത് വെയിൻ ശേഖരിച്ച്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയുള്ള ഈ ബ്ലോക്കേജിൻ്റെ പോയിൻ്റ് എയിൽ നിന്നും പോയിൻ്റ് ബിയിലേക്ക് ബൈപ്പാസ് ചെയ്യുക, വീനസ് ബൈപ്പാസ്. അതിന് പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ ഉടനെ തന്നെ പറയാം. ഈ വെയിൻ എന്ന് പറയുന്നത് വളരെ ലോ ബ്ലഡ് പ്രഷറിലുള്ള
വളരെ ലോ ബ്ലഡ് പ്രഷർ മാത്രം കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരു ധമനിയാണ് നീല രക്തധമനി. ഈ നീല രക്തധമനികളിൽ ഒരു 14, 15, 20, 25 മില്ലിമീറ്റർ പ്രഷർ കഴിഞ്ഞാൽ അതെല്ലാം ആകപ്പാടെ ഡീജനറേറ്റ് ചെയ്ത് കട്ടി പിടിച്ച് നാശമായി നശിച്ചു പോകും. അപ്പം അതുകൊണ്ട് ഈ നീല രക്തധമനികൾ വെയിൻ ഗ്രാഫ്റ്റ് ആർട്ടീരിയൽ സൈഡിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് കുത്തുമ്പോൾ അതിന് പ്രശ്നങ്ങളുണ്ട്. ഒന്നുകൂടെ വിശദമായിട്ട് പറയാം. വെയിൻ ഗ്രാഫ്റ്റുകൾ വളരെ ലോ ബ്ലഡ് പ്രഷർ മാത്രം കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ള കോൺഡ്യൂട്ടുകളാണ്, വെസലുകളാണ്. അതിൻ്റെ താങ്ങാൻ പറ്റുന്ന പ്രഷർ 20 മില്ലിമീറ്റർ ആയിരിക്കാം. ആ 20 മില്ലിമീറ്റർ താങ്ങാൻ പറ്റുന്ന ആ മുട്ടപ്പാഴയുടെ അത്രയും മാത്രം കട്ടിയുള്ള ഈ സാധനം എടുത്തു കൊണ്ടുവന്ന് നമ്മുടെ ആർട്ടീരിയൽ സൈഡിൽ കുത്തിവെച്ചാൽ ആർട്ടീരിയൽ സൈഡിലെ ബ്ലഡ് പ്രഷർ 120, 140, 160, 200 വരെയൊക്കെ പോകും. അതിൻ്റെ അകത്ത് ഈ മുട്ടപ്പാടയുടെ കട്ടിയുള്ള സാധനങ്ങൾ കൊണ്ടുവച്ചാൽ അത് നശിച്ച് നാരണക്കളായി പോകും. അപ്പോൾ വെയിൻ ഗ്രാഫ്റ്റ് ഹാസ് ഗോട്ട് പ്രോബ്ലം. പിന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ബൈപ്പാസ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് ആർട്ടീരിയൽ കോൺഡ്യൂട്ട് വെച്ചിട്ടുള്ളതാണ്. ആർട്ടീരിയൽ കോൺഡ്യൂട്ട് എന്ന് പറഞ്ഞാൽ ശുദ്ധ രക്തധമനികൾ ശരീരത്തിൽ പല ഭാഗങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുണ്ട്. അതിലൊന്നാണ് ലെഫ്റ്റ് ഇൻറ്റേർണൽ മാമറി ആർട്ടറി. ഈ ലെഫ്റ്റ് ഇൻറ്റേർണൽ മാമറി ആർട്ടറി ഒറിജിനേറ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറിയുടെ ഭാഗത്തു നിന്നാണ്. ആ ഒറിജിനേറ്റ് ചെയ്യുന്ന ഭാഗത്ത് തൊടാതെ ആ ആർട്ടറി പതുക്കെ ലിബറേറ്റ് ചെയ്ത് നമ്മുടെ കൊറോണറി ആർട്ടറിയുടെ എ ഭാഗത്ത് നിന്നും സി ഭാഗവും കഴിഞ്ഞ് ബി ഭാഗത്തിലേക്ക് ഇതിനെ കൊണ്ടേ കുത്തിവയ്ക്കുക, തയ്ച്ചു ചേർക്കുക. അപ്പോൾ ആ ബ്ലോക്കേജിനെ ബൈപ്പാസ് ചെയ്ത് ഈ ഇൻറ്റേർണൽ മാമറി ആർട്ടറി ശുദ്ധരക്തം ഈ ബ്ലോക്കേജിൻ്റെ ഡിസ്റ്റൽ, അതായത് വിദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടേ എത്തിക്കും. അപ്രകാരം തന്നെ റൈറ്റ് ഇൻറ്റേർണൽ മാമറി ആർട്ടറിയും ഉപയോഗിക്കാം. പിന്നെ റേഡിയൽ ആർട്ടറി, അതായത് നമ്മുടെ ഈ എൽബോ മുതൽ റിസ്റ്റ് വരെയുള്ള ദൈർഘ്യത്തിൽ നിന്നും റേഡിയൽ ആർട്ടറി ശേഖരിച്ച് അതും മേൽ പറഞ്ഞതുപോലെ ഈ ബ്ലോക്കേജിൻ്റെ എ ഭാഗത്തു നിന്നും സി ബൈപ്പാസ് ചെയ്ത് ബി ഭാഗത്തിലേക്ക് കൊണ്ടുവരാം, കുത്താം. പിന്നെ അത്യാവശ്യം വേണമെങ്കിൽ സ്റ്റൊമക്കിൽ നിന്നും ഗാസ്ട്രോ എപ്പിപ്ലോയിക് ആർട്ടറി എന്ന് പറയുന്ന ഒരു ആർട്ടറി ലിബറേറ്റ് ചെയ്ത് കുത്താം. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞത്, ഈ ബൈപ്പാസ് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ വെയിൻ ഗ്രാഫ്റ്റുകൾ, അതായത് നീല രക്തധമനികളെ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നീല രക്തധമനികൾ 50% ഒരു വർഷത്തിനകം നശിച്ചു പോകും. 10 നീല രക്തധമനി ഗ്രാഫ്റ്റുകൾ വെച്ചാൽ ഒരു വർഷം കഴിയുമ്പം 5 താഴെയേ കാണത്തുള്ളൂ. 10 വർഷം കഴിയുമ്പോൾ അത് 2 or 3 മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഒരു ദീർഘായുസില്ലാത്ത ഒരു ബൈപ്പാസാണ് വെയിൻ ഗ്രാഫ്റ്റ്. സർവ്വസാധാരണമായ ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചെയ്യുന്ന ബൈപ്പാസിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. അതിന് ദീർഘായുസില്ല. കഴിയുമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണം. 2, കഴിയുമെങ്കിൽ ഇൻറ്റേർണൽ മാമറി ആർട്ടറികൾ മാത്രം ചെയ്യുക. പക്ഷേ എല്ലായിടത്തും കുത്തിവയ്ക്കാൻ മാത്രമുള്ള ഇൻറ്റേർണൽ മാമറി ആർട്ടറി നമുക്കില്ല. അപ്പോൾ അതിന് വേറൊരു മാർഗത്തിലേക്ക് വീണ്ടും പോകേണ്ടിയിരിക്കുന്നു. അതിലേക്ക് ഞാനിപ്പോൾ ഉടനെ വരാം. ഏറ്റവും നല്ല ബൈപ്പാസ് എന്ന് പറയുന്നത് സ്റ്റെൻറ്റ് വയ്ക്കാൻ പറ്റിയ സ്ഥലങ്ങളിൽ സ്റ്റെൻറ്റും ആർട്ടീരിയൽ കോൺഡ്യൂട്ട് വയ്ക്കാൻ പറ്റിയ സ്ഥലങ്ങളിൽ മാത്രം ആർട്ടീരിയൽ കോൺഡ്യൂട്ടും വയ്ക്കുന്ന ബൈപ്പാസ് സർജറിയാണ്. ഇതല്പം ദുരൂഹമായ ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പറയാം. കഴിയുന്നതും നീല രക്തധമനികൾ ഒഴിവാക്കുക. കഴിയുന്നതും ആർട്ടീരിയൽ കോൺഡ്യൂട്ട്, ഇൻറ്റേർണൽ മാമറി ആർട്ടറി റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ റേഡിയലോ ഉപയോഗിക്കുക. ബാക്കിയുള്ള ഭാഗങ്ങളിൽ സ്റ്റെൻറ്റ് വയ്ക്കാൻ ശ്രമിക്കുക. ഇനി കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ, ഒരു വ്യക്തിയെ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ 5 ബ്ലോക്കേജ് കണ്ടു. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മെയിൻ ആർട്ടറിയിൽ ഒരു LADയിൽ ഒരു ബ്ലോക്കേജ്, റൈറ്റ് സൈഡിലൊരു ബ്ലോക്കേജ്, പിന്നെ 3 ബ്ലോക്കേജ്. ആദ്യമേ അയാൾക്ക് ബൈപ്പാസ് ഗ്രാഫ്റ്റ് ചെയ്യുക. അതായത് ഇൻറ്റേർണൽ മാമറി എടുത്തു കൊണ്ടുവന്ന് ലെഫ്റ്റ് സൈഡിൽ വെച്ചു, ലെഫ്റ്റ് ഇൻറ്റേർണൽ മാമറി എടുത്ത് ലെഫ്റ്റ് സൈഡിൽ വെച്ചു, റൈറ്റ് ഇൻറ്റേർണൽ മാമറി എടുത്ത് റൈറ്റ് സൈഡിൽ വെച്ചു. അതിനുശേഷം അവനെ വീട്ടിൽ വിടുക. 2 ആഴ്ചയ്ക്ക് ശേഷം തിരിച്ചു കൊണ്ടുവന്നിട്ട് ആൻജിയോഗ്രാം വീണ്ടും ചെയ്യുക. ആൻജിയോഗ്രാം വീണ്ടും ചെയ്യുമ്പോൾ വേറെ 3 ബ്ലോക്കേജുകൾ എവിടെയെങ്കിലും ഉണ്ട്.
അവിടെയെല്ലാം മെഡിക്കേറ്റഡ് സ്റ്റെൻറ്റുകൾ വയ്ക്കുക. അങ്ങനെ ഒരു ഹൈബ്രിഡ് പരസ്പര ബോധ്യത്തോടുകൂടി സാധ്യതയോടുകൂടി ചെയ്യുന്ന ഒരു സർജറിയാണ് ഹൈബ്രിഡ് സർജറി. ഹൈബ്രിഡ് സർജറിയിൽ ഇൻറ്റേർണൽ മാമറി ആർട്ടറിയും സ്റ്റെൻറ്റുകളും സമന്വയിപ്പിച്ച് ബൈപ്പാസ് ഗ്രാഫ്റ്റ് ചെയ്യണം. ഇത്തരം ഹൈബ്രിഡ് ലബോറട്ടറികൾ ലോകത്തിൽ തന്നെ വളരെ വിരളമാണ്. അമേരിക്കയിൽ മേയോ ക്ലിനിക്കിൽ ഇത്തരം ഹൈബ്രിഡ് സർജറികൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു കാര്യവും കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അതായത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, കഴിയുമെങ്കിൽ നീല രക്തധമനികൾ നമ്മൾ ഒഴിവാക്കണം, കാരണം അതിന് ലോഞ്ചവിറ്റി ഇല്ല. 2, ബൈപ്പാസ് ഗ്രാഫ്റ്റ് സർജറി ചെയ്യുമ്പോൾ അതിനൊരു വലിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇതാണ്. അതായത് ബൈപ്പാസ് സർജറി ചെയ്യുമ്പോൾ ഹൃദയത്തിലുള്ള നീല രക്തം ഒരു ട്യൂബ് വഴി ഒരു യന്ത്രത്തിലേക്ക് കടത്തും. ആ യന്ത്രത്തിൽ വെച്ച് ഈ നീല രക്തം ചുവന്ന രക്തമാക്കി മാറ്റും, ഓക്സിജനേഷൻ നടത്തും. ആ യന്ത്രത്തിൻ്റെ പേര് കാർഡിയോ പൾമണറി ബൈപ്പാസ് മെഷീൻ എന്നാണ്. ഈ മെഷീനിൽ നിന്നും നീല രക്തം ചുവന്ന രക്തമാക്കി മാറ്റിയതിന് ശേഷം വീണ്ടും ഹൃദയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടാണ് ഈ സർക്കുലേഷൻ കംപ്ലീറ്റ് ആക്കുന്നത്. ഈ പ്രക്രിയയിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. അതായത് ഈ രക്തം ഹൃദയത്തിൽ നിന്നും ഈ യന്ത്രത്തിലേക്ക് കടക്കുമ്പോൾ അപാരമായ ഒരു ഇമ്മ്യൂൺ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഉണ്ടാകും. ഈ രക്തം ആ യന്ത്രത്തിൻ്റെ മെമ്പറൈൻസുമായിട്ട് ടച്ച് ചെയ്ത് ഉരസിപ്പോകുമ്പോൾ ഒരു റിയാക്ഷൻ ഉണ്ടാകും. ഈ ഇമ്മ്യൂൺ റിയാക്ഷൻ ഏകദേശം 6% ആൾക്കാരിൽ എങ്കിലും ഉണ്ട്. ഈ ഓപ്പൺ ഹാർട്ട് സർജറിയുടെ ഏറ്റവും അക്കിലിസ് ഹീൽസ്, ഏറ്റവും രക്ഷയില്ലാത്ത ഒരു ഭാഗമാണ് ഞാൻ ഇപ്പോൾ ഈ പറയുന്ന ബൈപ്പാസ് ഗ്രാഫ്റ്റ് സർജറിയിൽ നിന്നും ഉണ്ടാകുന്ന ഇമ്മ്യൂൺ റിയാക്ഷൻ. ഈ ഇമ്മ്യൂൺ റിയാക്ഷൻ മുഖാന്തരം അപാരമായ ന്യൂമോണിയ, ഇൻഫ്ലമേഷൻ, റീനൽ ഫെയിലിയർ, സെറിബ്രൽ ഇൻഫ്ലമേഷൻ, യൂണിവേഴ്സൽ ഇൻഫ്ലമേഷൻ ഉണ്ടായി ആൾ മരിച്ചു പോകാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയുമെങ്കിൽ ഈ ബൈപ്പാസ് മെഷീൻ ഒഴിവാക്കണം. ഞാൻ മുമ്പേ പറഞ്ഞു, കഴിയുമെങ്കിൽ വെയിൻ ഗ്രാഫ്റ്റുകൾ ഒഴിവാക്കണം. ഇപ്പം ഞാൻ പറയുന്നു, കഴിയുമെങ്കിൽ ഈ ബൈപ്പാസ് മെഷീൻ ഒഴിവാക്കണം. ഈ ബൈപ്പാസ് മെഷീനാണ് ഈ ഹൃദയ ശസ്ത്രക്രിയയിലെ മരണകാരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. സാധാരണഗതിയിൽ ഒരു ആശുപത്രി ചെന്ന് അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഓപ്പൺ ഹാർട്ട് സർജറിക്ക് എത്ര പേര് രക്ഷപ്പെടും എന്ന് ചോദിച്ചാൽ ഒരു ശരി ഉത്തരം കിട്ടാൻ പ്രയാസമാണ്. കാരണം 2 മുതൽ 6 വരെ ശതമാനം ആളുകൾ 30 ദിവസത്തിനകം മരിച്ചിരിക്കും. പാശ്ചാത്യ രാജ്യങ്ങളിൽ ആ മരണനിരക്ക് ഏകദേശം 2.5-3%. അമേരിക്കയിലെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളിൽ, അതായത് മേയോ ക്ലിനിക്ക്, ക്ലീവ്ലൻഡ് ക്ലിനിക്ക്, ജോൺ ഹോപ്കിൻസ്, അങ്ങനെയുള്ള സെൻ്ററുകളിലൊക്കെ കാർഡിയാക് ബൈപ്പാസിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് 2-2.5%. പക്ഷേ മൂന്നാം രാജ്യങ്ങളിൽ, സ്റ്റേറ്റ് രാജ്യങ്ങളിൽ അത് വളരെ കൂടുതൽ, 5, 6, 7, 8 ഒക്കെ വരും. അപ്പോൾ ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ഒന്നുകൂടി എടുത്തു പറയാൻ ഉദ്ദേശിക്കുകയാണ്. ബൈപ്പാസ് സർജറി ചെയ്യുമ്പോൾ വെയിൻ ഗ്രാഫ്റ്റ് കഴിയുമെങ്കിൽ മാറ്റണം. 2, കഴിയുമെങ്കിൽ കാർഡിയോ പൾമണറി ബൈപ്പാസ് മാറ്റണം. അപ്പോൾ എങ്ങനെയാണ് കാർഡിയോ പൾമണറി ബൈപ്പാസ് ഇല്ലാതെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്നത്? അതിൻ്റെ പേരാണ് സർജറി ഓൺ എ ബീറ്റിംഗ് ഹാർട്ട്. തുടിക്കുന്ന ഹൃദയത്തിൽ ശസ്ത്രക്രിയ ചെയ്യുന്നതാണ് ബീറ്റിംഗ് ഹാർട്ട്. ഇപ്പോഴത്തെ ഈ പുതിയ പിള്ളേരൊക്കെ, ഈ പഠിക്കുന്നവരൊക്കെ ഇത് പഠിക്കുന്നതാണ്, ചെയ്യാവുന്നതാണ്. പക്ഷേ നല്ല പരിചയസിദ്ധി വേണം. അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഈ ഇൻറ്റേർണൽ മാമറി ആർട്ടറി ഈ ലെഫ്റ്റ് സൈഡിലുള്ള LADയിൽ കുത്തുന്ന സമയത്ത് ഹാർട്ട് മുഴുവനും നിർത്തുന്നില്ല, ഹാർട്ട് തുടിച്ചുകൊണ്ടിരിക്കും. ആ തുടിച്ചുകൊണ്ടിരിക്കുന്ന ഹാർട്ടിൻ്റെ ഒരു ഭാഗത്ത് ഒരു ക്ലിപ്പിട്ടിട്ട് ഒരു ചെറിയ ഏരിയ ഉണ്ടാക്കി ആ ചെറിയ ഏരിയയിൽ LAD എന്ന് പറയുന്ന ബ്ലഡ് വെസൽസിനെ കൊണ്ടുവന്ന് അവിടെ ബൈപ്പാസ് ചെയ്യുന്ന ആ പ്രക്രിയയാണ് ബീറ്റിംഗ് ഹാർട്ട് സർജറി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഓപ്പൺ ഹൃദ്രോഗത്തിൻ്റെ ഏറ്റവും നല്ല ചികിത്സ ഹൈബ്രിഡ് സർജറിയാണ്. മെഡിക്കേഷൻ അല്ലെങ്കിൽ ഹൈബ്രിഡ് സർജറി. ഈ ഹൈബ്രിഡ് സർജറിയിൽ ആദ്യമേ തുടിക്കുന്ന ഹൃദയത്തിൽ ഓപ്പൺ ഹാർട്ട് ചെയ്യുക, അതായത് ബീറ്റിംഗ് ഹാർട്ട്, അതിനുശേഷം സ്റ്റെൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് ലബോറട്ടറികൾ നമുക്കുണ്ടാവണം. ഹൈബ്രിഡ് ലബോറട്ടറികൾ ഉണ്ടായാൽ ഹൃദ്രോഗത്തിൻ്റെ മോർട്ടാലിറ്റി, മോർബിഡിറ്റി കുറയും.
അതിൻ്റെ സർജറി ചെയ്താൽ അതിൻ്റെ ലോഞ്ചിവിറ്റി കൂടും. ഞാൻ ഈ പറഞ്ഞ 5-8 മിനിറ്റ് നേരത്തെ ഈ വീഡിയോ വളരെ സങ്കീർണമായതുകൊണ്ടും ഇതിൽ വളരെ ഏറെ കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളതുകൊണ്ടും ഒരു ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും പോലും മനസ്സിലാക്കാൻ അല്പം പ്രയാസമുള്ള ഒരു വിഷയമായതുകൊണ്ടും നിങ്ങൾ ഈ വീഡിയോ 2-3 പ്രാവശ്യം കണ്ട് ഇത് മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ the best treatment for coronary artery disease is medication plus hybrid open heart surgery. Hybrid open heart surgery is putting internal mammary artery on the left hand, putting lemur on LAD and the remaining segments by medicated stents. Thank you. Please share this video with interested people. Good day.